പച്ചതൊടില്ല എന്ന് എം.എ. നിഷാദ് ബി.ജെ.പിക്ക് അങ്ങനെ ഒരു വിശേഷണം നൽകുമ്പോൾ എത്ര സീറ്റ് റെജി ലൂക്കോസ് പ്രവചിക്കുന്നുണ്ട് ബി.ജെ.പിക്ക്? ഒറ്റ വാചകത്തിൽ നിർത്താം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പി ഒരു പ്രസക്തമല്ല, അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത് പ്രതീക്ഷിന്റെ ചോദ്യത്തിൽ പറഞ്ഞെന്താ, ബി.ജെ.പി പ്രസക്തമാണ്, അവർ മത്സരത്തിൽ 2ാം സ്ഥാനത്ത് വന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ട വന്നു. ഞങ്ങളൊരു 30 സീറ്റിൽ പിടിക്കും, കേരളം ഇനി ആരും പഠിക്കും എന്നുള്ള പോലെ ബി.ജെ.പിയുടെ തീരുമാനിക്കും. 30 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞൊരു നിർണായക ശക്തിയായി മാറുകയാണ്. ഭരണം പോലും തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നാണോ? യൂത്തിന്റെ ഒരു വലിയ ട്രെൻഡ് കേരളത്തിൽ വന്നു കഴിഞ്ഞു. അവർക്ക് വരെ മനസ്സിലായി അതായത് ഈ രണ്ട് മുന്നണികളും തട്ടിപ്പുകാരാണെന്നും ജനങ്ങളുടെ നെഞ്ചിലൂടെ വണ്ടി ഓടിച്ച് ജനങ്ങളെ ആട്ടിപ്പായിച്ച് പോലീസുകാരോട് മാറിക്കൂടാന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ സുഖമുണ്ട്. 30 കേൾക്കാൻ സുഖമുണ്ട്. അല്ല, തീർച്ചയായിട്ടും 30 കേൾക്കാൻ വളരെ സുഖമുള്ളൊരു ഫിഗറാണ്. എനിക്ക് റെജി ലൂക്കോസിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. പാവം കടന്ന് കഷ്ടപ്പെടുന്ന പാവം. പക്ഷേ ഈ 80 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ കിഴക്കമ്പലം സാബുനക്കാരൊക്കെ എത്രയോ ഭേദമാണ് റെജി ലൂക്കോസ്. താങ്കളെ പാവൊന്നും വിളിക്കണ്ട, അതൊക്കെ താങ്കളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്റെ പൊന്നു ലൂക്കോസ് ചുമ്മാരി ലൂക്കോസ് പാവോടെ പണക്കാരെന്നുള്ളതല്ല. ലൂക്കോസ് ചുമ്മാരി ലൂക്കോസിന്റെ അഭ്യാസം കൈവച്ച. അപ്പൊ ഏതായാലും ലൂക്കോസിന്റെ 30 സീറ്റാണ്. 30 സീറ്റ് എസ് ഡി പിയുടെ പിന്തുണ ആരും ചോദിച്ചൊന്നുമില്ല. ലൂക്കോസ് ചുമ്മാരി എസ് പിയുടെ പിന്തുണ ആരും ചോദിച്ചിട്ടില്ല. എസ് ഡി പിയുടെ പിന്തുണ ചോദിച്ചോണ്ടൊന്നും ആരും പോയിട്ടില്ല. ലൂക്കോസ് വർത്തമാനം പറയല്ലേ. ലൂക്കോസിന് പറയാൻ യാതൊരു അവകാശവും ഇല്ലാത്ത കാര്യത്തെ പറ്റി ലൂക്കോസ് സംസാരിക്കില്ല. ലൂക്കോസിനെ പറ്റി വിവരമില്ലാത്ത ഒരു കുറ്റമൊന്നുമല്ല. ഇതൊക്കെയാണ് കുഴപ്പം. അതായത് NDA മുന്നണിയിൽ ബി.ജെ.പിയിൽ എത്തിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലൂക്കോസ് ഇങ്ങനെ അസഹിഷ്ണുതയോടെ പെരുമാറുന്നത്. ലൂക്കോസ് എസ് ഡി പിയുടെ സീറ്റൊന്നും ആരും ചോദിച്ചിട്ടില്ല. എസ് ഡി പി എടുത്ത് ആരും വോട്ട് ചോദിച്ചിട്ടുമില്ല. ചുമ്മാ ആരെങ്കിലും വോട്ട് ചെയ്ത് പറയുമ്പോൾ പറയാൻ പറ്റും. അതൊന്നുമില്ലല്ലോ. എസ് ഡി പി ആയിട്ട് ആരും ചർച്ച നടത്തിയിട്ടുമില്ല. എസ് ഡി പിയുടെ വോട്ടിന് വേണ്ടി ആരും യാചിച്ചിട്ടുമില്ല. ഇപ്പൊ 30 സീറ്റിന്റെ കാര്യത്തിലേക്ക് വാ. നമ്മളിപ്പോ 30 സീറ്റ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അത് പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു വിഷമമൊന്നുമില്ല. കാര്യം 80 സീറ്റ് കിട്ടുന്നത് എന്റെ ജൂഡി ലൂക്കോസ് അല്ല, എന്റെ റെജി ലൂക്കോസ് എസ് ഡി പിയുടെ വോട്ടൊന്നും ആരും ചോദിച്ചു അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ബാന്ധവം ഉണ്ടാക്കാനൊന്നും ആരും പോയിട്ടില്ല. ഇതൊക്കെ ചുമ്മാ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ചുമ്മാ അവളെ വർത്താനം പറഞ്ഞത്. ഇതൊക്കെ വിഷയം മാറ്റാതെ ആ 30 സീറ്റ് പറ. റെജി ലൂക്കോസ് 30 സീറ്റ് പറ. കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള സീറ്റ് ഉണ്ടാവുമല്ലോ, പറ 30 സീറ്റ് പറ. അഭിമന്യുവിനെ കൊന്നു തള്ളിയ എണ്ണം പറയാൻ സമയമില്ല. എണ്ണം പറയാനാണെങ്കിൽ പാറശാല കാസർഗോഡ് വരെ നമുക്ക് എണ്ണി പോകേണ്ടി വരും. ആ 30 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 30 സീറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കാതെ 30 സീറ്റ് ചോദിക്കും. കിഴക്കമ്പലം സാബു 80 സീറ്റ് പറഞ്ഞു. റെജി ലൂക്കോസ് 30 സീറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ 30 സീറ്റ് ഏതൊക്കെയാണ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? എനിക്ക് പറയാനുള്ള ആർജമുണ്ട്. എസ് ഡി പിയുടെ ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല. അതൊരു വസ്തു തന്നെയാണ്. ചുമ്മാ ശരി.